ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കി സ്പേസ് മലയാളം. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗീവുകൾ നടത്തുന്നുണ്ട്. ഗീവുകളിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ 7ാമത്തെ ഗീവ് അവേ ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M31ൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഏകദേശം 15,000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നമുക്ക് 6GB റാം വേരിയൻറ്റിലാണ് ഈ സെയിൽ നടക്കുന്നത്. ആമസോണിലാണ് ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ വേർഷൻസിലാണ് നമുക്കിത് അവൈലബിൾ ആയിരിക്കുന്നത്. 15,000 രൂപയ്ക്ക് 6GB 64GB വേരിയൻറ്റും 128GB വേരിയൻറ്റ് നമുക്ക് 16,000 രൂപയ്ക്കും ആണ് നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ 7ാമത്തെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാർച്ച് 26 വരെയാണ് ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് അവസരം ഉണ്ടാവുക. 27 നമ്മൾ വിന്നറെ തിരഞ്ഞെടുത്ത് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വിന്നർക്ക് ലഭിക്കുന്നത് 500 രൂപയുടെ ഫ്ലിപ്കാർട്ട് വൗച്ചറാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. അതായത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം, നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും കാണണം. അതിനുശേഷം നിങ്ങൾ അതിന് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഫീച്ചറോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അങ്ങനെയാണ് ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ പിന്നെ പരമാവധി വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമുക്കിതുവരെ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഇനാബിൾ ചെയ്തിട്ടില്ല. മോണിറ്റൈസേഷനൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ ഗിവ് അവേകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. നമ്മുടെ 4ാമത്തെ ഗിവ് അവേ നമ്മൾ റെഡ്മി നോട്ട് 8 സ്മാർട്ട് ഫോണാണ് നൽകിയിരുന്നത്. അതുപോലെ നമ്മൾ വലിയ വലിയ ഗിവ് അവേകൾ നമ്മൾ ചാനലൊക്കെ ഒന്ന് കുറേ കൂടി ഡെവലപ്പ് ആയതിനു ശേഷം നമ്മൾ നടത്തുന്നതാണ്. അപ്പോൾ ഇപ്പം നടത്തുന്ന ഈ ചെറിയ ചെറിയ ഗിവ് അവേകളിൽ എല്ലാവരും സഹകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇന്നത്തെ നമ്മുടെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോവാം. സാംസങ് M31ൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, സാംസങ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറച്ചധികം നല്ല ഫോണുകൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ സാംസങ് M30s ആണെങ്കിലും M31 ആണെങ്കിലും അതുപോലെ തന്നെ സാംസങ് M10s ആണെങ്കിലും ഒക്കെ നല്ല ഫോണുകൾ ഇപ്പം സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബോക്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്കിനി സീലൊക്കെ പൊട്ടിച്ച് ഫോണൊക്കെ പുറത്തെടുത്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പതിവ് പോലെ തന്നെ ഡോക്യുമെൻറ്റേഷനും വാറണ്ടി ഗൈഡ്, യൂസർ ഗൈഡ്, അതുപോലെ തന്നെ സിം ഇഞ്ചക്ടർ ടൂൾ കൂടാതെ നമുക്കൊരു USB Type-C ചാർജിങ് കേബിൾ, അതുപോലെ തന്നെ ഒരു ചാർജർ ബ്രിക്കും നമുക്കിവിടെ ഒപ്പം ബോക്സിൻ്റെ ഒപ്പം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഫോണിൻ്റെ ആ ഒരു ഡിസൈൻ ആൻഡ് ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്കിവിടെ സാംസങ് M31ൽ കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്ക് സൈഡിൽ ക്വാഡ് ക്യാമറയാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും മാക്രോ ലെൻസും ഡെപ്ത് സെൻസറും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി മെത്തേഡാണ് വരുന്നത്. അവിടെ നല്ല പ്ലേസ്മെൻറ്റ്, അതിൻ്റെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ, അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ബട്ടൺസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ താഴെ പതിവ് പോലെ തന്നെ ഇയർഫോൺ ജാക്ക്, ചാർജിങ് പോർട്ട്, സ്പീക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സാംസങ് M31ൽ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോണിന് നമുക്ക് വലിയൊരു വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല. വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഫോണാണ് സാംസങ് M31. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര സ്മൂത്താണ്. നമുക്ക് ആദ്യം തന്നെ സാംസങ് M31ൻ്റെ സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം പൊതുവെ സാംസങ്ങിൻ്റെ ഫോണുകളൊക്കെ സാർ ലെവൽ വളരെ താഴെയാണ് ആവാറുള്ളത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സാർ വാല്യൂ. ഹെഡ് വെയ്റ്റ് 0.383 ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പൊതുവെ സാംസങ്ങിൻ്റെ ഫോണുകൾക്ക് റേഡിയേഷനും കാര്യങ്ങളൊക്കെ കുറവാണെന്നുള്ളത് നമുക്കറിയാം. ഇനി നമുക്ക് ഫോണിൻ്റെ അബൌട്ട് സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. M31ൽ യൂസർ ഇൻ്റർഫേസ് 1 UI വേർഷൻ 2 ആണ് വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ 1 ഫെബ്രുവരി ആണ്. 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് സ്പേസിൽ 14.99GB ഓൾറെഡി സിസ്റ്റം റിസോഴ്സസ് യൂസ്ഡ് ആണ്. അപ്പോൾ ബാക്കിയുള്ള സ്പേസസ് ആണ് യൂസർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ മെമ്മറി കപ്പാസിറ്റി ആവശ്യമുള്ളവർ എക്സ്പാൻഡഡ് മെമ്മറി കാർഡ് സ്ലോട്ട് വഴി കൂടുതൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സാംസങ് M31ൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം.
നമുക്ക് തീർച്ചയായും പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ചില ആപ്സ് നമുക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ചില ആപ്സ്, അതായത് ഇപ്പം നമുക്ക് ലിങ്ക്ഡിൻ, അതുപോലെ തന്നെ OneNote, അത്തരത്തിലുള്ള ആപ്സൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ചില ആപ്സ് നമുക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ആവശ്യമില്ലാത്ത ആപ്സ് ആണെങ്കിൽ അത് ഡിസേബിൾ ചെയ്തിട്ട് നമുക്ക് അത്രയും ഫോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സാംസങ് M31 നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഉണ്ട്, അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നിഷനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസീവ്നെസ്, ആ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫേസ് അൺലോക്ക് നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ ഇവിടെ പെർഫോം ചെയ്യുന്നത് കാണാം. ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ, ആ പോയിന്റ് ഓഫ് ടൈമിൽ തന്നെ ഫേസ് അൺലോക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ അത് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സാംസങ് M31 4 ക്യാമറ വരുന്നുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ അൾട്രാ ഹൈ റെസൊല്യൂഷൻ ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ്, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും ചേർന്നാണ് അവർ ക്വാഡ് ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻബിൽഡ് ക്യാമറ ആപ്ലിക്കേഷനിലേക്ക് വരാണെങ്കിൽ ലൈവ് ഫോക്കസ്, ഫോട്ടോ മോഡിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ വൈഡ് ആംഗിൾ ഓപ്ഷൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ മോഡ്, പിന്നെ നമ്മൾ മോർ എന്ന് പറയുന്ന ഒരു ടാബ് നിൽക്കുകയാണെങ്കിൽ പ്രോ മോഡ്, പനോരമ മോഡ്, മാക്രോ മോഡ്, പ്രോ മോഡ്, നൈറ്റ് ഫോട്ടോഗ്രാഫി, സൂപ്പർ സ്ലോ മോഷൻ, ഹൈപ്പർലാപ്സ് എന്ന മോഡുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സാംസങ് M31 നല്ല ഒരു ക്യാമറ സ്പെക്കുള്ള ഒരു ഫോണാണ്. തീർച്ചയായും ക്യാമറ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും സാംസങ് M31. പിന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻസിലേക്ക് വരാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തും ബാക്ക് ക്യാമറ യൂസ് ചെയ്തും നമുക്ക് 4K വീഡിയോ വരെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ട് ക്യാമറയിലും ലൈവ് ഫോക്കസ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, അതുപോലെ തന്നെ പ്രോ മോഡ്, അതുപോലെ തന്നെ പനോരമ. പിന്നെ ഏറ്റവും വലിയൊരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് സ്ലോ മോഷൻ ഓപ്ഷൻ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതധികം ഫോണുകളിൽ കാണാത്തൊരു ഫീച്ചറാണ് ഫ്രണ്ട് ക്യാമറയിൽ സ്ലോ മോഷൻ. സാംസങ് M31 ഫ്രണ്ട് ക്യാമറയിലും സ്ലോ മോഷൻ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ ക്യാമറയുടെ ഡീറ്റെയിൽഡ് സാമ്പിൾ ഇമേജസും സാമ്പിൾ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്യാമറ റിവ്യൂ നമ്മൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഫോൺ നമ്മൾ അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ, നമ്മൾ സ്പീഡ് ടെസ്റ്റ്, അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി 6 പ്രോയും റെഡ്മി നോട്ട് 9 പ്രോയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഫോണുകൾ തമ്മിലുള്ള കമ്പാരിസണും കാര്യങ്ങളും എല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും പുതിയ ഗീവുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.